ഇവിടുന്ന് നിങ്ങൾ ഏത് ബിരിയാണി കഴിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് അൺലിമിറ്റഡ് റൈസ് ആണ് കിട്ടുക. അത് മാത്രമല്ല നെയ്ച്ചോറാണെങ്കിലും അൺലിമിറ്റഡ് റൈസ് കിട്ടും. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞെട്ടിക്കൽ ബിരിയാണിക്ക് ശേഷം അൺലിമിറ്റഡ് ബിരിയാണി കൊണ്ടാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത്. അതായത് ബീഫ് ബിരിയാണി, ചിക്കൻ പൊരിച്ച ബിരിയാണി എല്ലാം ഇവിടെ അൺലിമിറ്റഡ് ആണ്. അപ്പൊ അങ്ങനെ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് വീഡിയോയിലേക്ക് പോയാലോ. സോ കമാൺ ഗൈസ്. നല്ല കഴമ റൈസിന്റെ ബിരിയാണി ആട്ടോ ഇവരോട് കൊടുക്കുന്നത്. അകത്തേക്ക് കയറുമ്പോൾ തന്നെ ഒരു പ്രത്യേക സ്മെല്ല് അടിക്കാറുണ്ട്. ഇവിടെ നല്ല ചിക്കൻ പാർട്സ് പൊരിച്ചത് ഇതിന്റെ കൂടെ കിട്ടുട്ടോ നമുക്ക്. നമ്മൾ ഇവിടുന്ന് ഒരു ചിക്കൻ ബിരിയാണിയും ഒരു ബീഫ് ബിരിയാണിയും ഒരു ചിക്കൻ പൊരിച്ച ബിരിയാണിയും നെയ്ച്ചോറാണ് ഇവിടുന്ന് ഓർഡർ ആക്കിയത്. ഞാൻ ഇവിടുന്ന് ബീഫ് ബിരിയാണിയാണ് ആദ്യം ട്രൈ ചെയ്തത്. 3 പീസ് ചിക്കൻ പാർട്സ് പൊരിച്ചിട്ടുണ്ടാവും. നേരെ ബിരിയാണി നേരെ പ്ലേറ്റിലേക്ക് തട്ടി 2 പീസ് ബീഫിന്റെ പീസും ഉണ്ടാവും. കഴിച്ച് നോക്കിയപ്പോ ഒക്കെ സംഭവം അടിപൊളിയാണ് കേട്ടോ. ഇതാണ് ചിക്കൻ ബിരിയാണി. ക്വാണ്ടിറ്റി നിങ്ങൾ നോക്കിയേ, നല്ല ക്വാണ്ടിറ്റിയിലാണ് ചിക്കൻ ബിരിയാണി തരുന്നത്. 3 പീസാണ് ഇതിലുള്ളത്. ഒരു പീസ് നമ്മൾ എക്സ്ട്രാ വാങ്ങിയതാണ്. എന്തായാലും ഒന്ന് കഴിച്ചു നോക്കിയപ്പോ ഒക്കെ സംഭവം നൈസാണ്. ബിരിയാണിന്റെ കൂടെ നിങ്ങൾക്ക് ഒരു ഫ്രഷ് മിൻലൈം ഉണ്ടാവും. അത് അൺലിമിറ്റഡ് അല്ല കേട്ടോ. ചിക്കൻ പൊരിച്ച ബിരിയാണിയൊക്കെ നിങ്ങൾ നോക്കിയേ, ആഹാ ഏതാ വൈബ് നോക്ക്. ആ മസാലയിൽ ഇങ്ങനെ കുതിർന്ന് കിടക്കുന്നുണ്ടില്ലേ. പൊരിച്ച ബിരിയാണിന്റെ കൂടെ ഇവിടുത്തെ ചേനന്റെ അച്ചാറും കൂട്ടി കഴിക്കണം. സംഭവം കിടുവാണ്. നെയ്ച്ചോറിന്റെ കൂടെ ഇതാ ഈ കാണുന്ന ചിക്കൻ ഇഷ്ടം ഉണ്ടാവും കേട്ടോ. ആഹാ ഏതാ പീസിന്റെ വലിപ്പം നോക്കിയേ നിങ്ങൾ. ഇതും നെയ്ച്ചോറും കൂട്ടി കഴിക്കണം മോനെ. സംഭവം വേറെ ലെവലാ. എന്റെ ഫേവറേറ്റ് ഫുഡാട്ടോ ഇവിടുത്തെ നെയ്ച്ചോറും ഈ കാണുന്ന ചിക്കൻ ഇഷ്ടം. ബില്ല് കൊടുക്കാൻ നേരത്ത് ഞാൻ ആകെ ഷോക്ക. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ചാടിന്റെ സിപ്പപ്പാണ് ഇവര് നമുക്ക് തരുന്നത് കേട്ടോ. ഇത് കണ്ടപ്പം പഴയ കുട്ടിക്കാലത്തേക്ക് ഒന്ന് പോയ പോലെ തോന്നിപ്പോയി. ലൊക്കേഷൻ വരെ നമ്മുടെ കോഴിക്കോട് പുഷ്പ ജംഗ്ഷൻ അവിടുന്ന് കല്ലായി ഭാഗത്തേക്ക് പോകുമ്പോൾ ജാംജൂം കാണാം. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഈ ഒരു അൽമമ്മാസ് റെസ്റ്റോറന്റ് വരുന്നത്. വീഡിയോ സേവ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കണ്ട. ബൈ.